ഇപ്പോൾ കണ്ടോ, ഇതാണ് ആമയുടെ തലയാണ് കേട്ടോ. തലയുടെ സ്കെലിട്ടനാണ് ഈ കിടക്കുന്നത്. ഓ മൈ ഗോഡ് ഗൈസ്, അപ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ ചെറിയ നീല ഷെയ്ഡുണ്ട്. അപ്പോൾ നമ്മുടെ നീലവാഗയുടെയൊക്കെ പോലത്തെ. എൻ്റെ ദേഹത്തോട് മൊത്തം ഉറുമ്പാണ്. ഓ ഷിറ്റ്. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മെയിൻ ലൂർ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സീമെന്റ് ഫ്ലിപ്പ് ഫ്രോഗ് യൂസ് ചെയ്തിട്ട് കുറെ നാളായി. അപ്പം സീമെന്റ് തന്നെ പുതിയൊരു സെറ്റ് ഫ്ലിപ്പ് ഫ്രോഗ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഫ്രോഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ലായിരിക്കും. ഞാൻ ഇതുവരെ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ലാത്ത കളറാണ് കേട്ടോ ഇത്. കളറിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അത് മനസ്സിലാവും. യൂസ് ചെയ്യുന്ന റോഡും റീലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഷിമാനോ സെഡോണ C5000 XG, അതുപോലെ തന്നെ പെൻ സ്ക്വാഡ്രൺ 7 foot ആണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെബിൻ സിറേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീ. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം കണ്ടോ, ഇതൊരു വലിയ റബ്ബർ തോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളിപ്പോൾ എൻ്റെ പുറകെ കാണുന്ന മൊത്തം ചാണകളാണ്. അതായത് മെയിൻ തോട്ടിൽ നിന്ന് കണ്ടത്തിലേക്കും അതുപോലെ തന്നെ ഇങ്ങനെ റബ്ബർ തോട്ടത്തിലേക്കൊക്കെ വെള്ളം കയറ്റി വിടുന്ന ചാണയും നമ്മുടെ നാട്ടിൽ പറയും. അപ്പോൾ അതിനകത്ത് സാധാരണ നാടൻ വരാൽ പോലെയുള്ള മീനുകൾ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഇന്ന് ഈ ഫ്രോഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് കേട്ടോ. നിങ്ങളെ ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിനിടയ്ക്കൂടെ എല്ലാം ഉണ്ട്. നമുക്ക് ഈ പാലത്തേക്കൂടെ കയറി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം കേട്ടോ. നല്ല മഴക്കാറുണ്ട് കേട്ടോ, ഏത് നിമിഷം വെള്ളം മഴ പെയ്യാം. അപ്പോൾ ഈ വെള്ളം കയറിയിട്ട് അധികം ദിവസം ആയില്ല. ഇത് കണ്ടോ, ഇവിടെ ചെടിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ വെള്ളം കയറിയിട്ട് അധികം ദിവസം ആയില്ല. മീൻ കാണുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പാലം കയറി ഇവിടെ ഇറങ്ങിയേക്കുവാണ് കണ്ടോ. ഇതെല്ലാം ഇടവഴി ഇങ്ങനെ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ സൈഡ് കാസ്റ്റ് ചെയ്ത് നോക്കാം. റൈസ് ഫസ്റ്റ് നാടൻ വരാൽ. രണ്ടാമത്തെ കാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ റിസൾട്ട് മനസ്സിലായല്ലോ. ഞാൻ നിങ്ങളെ അടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഫേക്ക് ആണോ എന്നൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഫേക്കാന്ന് പറയാൻ പറ്റുന്നത്? അമ്മാതിരി റിസൾട്ടാണ് ഈ സാധനത്തിന്. എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളൊരു ലൂറാണ് കേട്ടോ ഇത്. സോ വാട്ട് വി ക്യാൻ ഡു ഈസ്, ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ് മീൻ അടിച്ചിരിക്കുന്നത് കേട്ടോ. അവനൊന്ന് പിടയ്ക്കട്ടെ, കുഴപ്പമില്ല. ഞാനിപ്പോൾ കയറി പിടിച്ച് ചിലപ്പോൾ ഹുക്കിൻ്റെ കയ്യിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ട് ഇവന്മാരുടെ ഈ മോഷൻ കണ്ട്, ഇത് വാക്കിംഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഇവന്മാർ നടന്ന് പോകുന്ന പോലെ തന്നെയാണ്. എക്സാക്ട് വാക്കിംഗ് പൊസിഷനാണ് ഇവരുടെ. അതിനെക്കുറിച്ച് ഡിസ്കവറി നാഷണൽ ജോഗ്രഫി ഒക്കെ ഒരു ഫീച്ചറൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് ചിലപ്പം മീറ്റർ കണക്കിന്, അത് 500 മീറ്റർ വരെ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോയി വെള്ളമുള്ള സ്ഥലത്ത് എത്താൻ പറ്റും. ഇതിനൊരു ചെറിയ നീല കളറൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഐം സോറി. ഞാൻ വൃത്തിയായിട്ട് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇത് ഹുക്ക് അയക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ചൂണ്ടിടാൻ പോകുന്നവർക്ക് ഇതിന്റെ ഹുക്ക് കാണുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. ഇത് കണ്ടോ, സിംഗിൾ ഹുക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഹുക്കാണ്. ഈ ഹുക്കൊന്നും ഊരി പോകാൻ ചാൻസ് ഇല്ല. ഓക്കെ വെയിറ്റ്. അപ്പം നമ്മൾ ഇവനെ ഒരു ഗ്രിപ്പർ ഇട്ടങ്ങ് പിടിക്കാം. നല്ല ഡാമേജ് ഉണ്ട് കേട്ടോ മീനിന്. ഹുക്ക് നല്ല അടിപൊളി ഹുക്കാണ് കണ്ടല്ലോ. നമ്മുടെ ഫ്രോഗിന് യാതൊരു കുഴപ്പമില്ല. ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങനെ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഫ്രോഗ് കീറി പോകാറുണ്ടാകുന്നത്. കണ്ടോണം ഈ ഫ്രോഗിന്റെ പ്രത്യേകത എന്താണ്. കണ്ടല്ലോ. സോ ദിസ് ഈസ് ക്വാളിറ്റി. ഇതാണ് ക്വാളിറ്റി കേട്ടോ ഫ്രോഗിൻ്റെ. ഒരു മീൻ അടിച്ചതാണ് ഇത് കണ്ടോ, നോ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര മീൻ അടിക്കാമെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗസ് ചെയ്യാനേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കുക. ഇതിനെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിൽ നാടൻ വരാൽ എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷേ ഞാൻ ഇതുവരെ പിടിച്ച വരാലിന് ഞാൻ ഇതുവരെ ഇതിന് ഇങ്ങനെ ഒരു നീല ഷെയ്ഡ് കണ്ടിട്ടില്ല. അപ്പോൾ ഇതുണ്ട്, ഇതിന് ചെറിയ നീല ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ നീലവാഗയുടെയൊക്കെ പോലത്തെ ഒരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. അത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. കൂടാതെ നല്ല ഡാമേജ് ഉണ്ട്. ഇതുണ്ടോ, നല്ല ഡാമേജ് ഉണ്ട്. ഇവന്മാർ വലിയൊരു പ്രൊഡക്ടറാണ്. ഞാൻ അക്യൂറത്തായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന മീനാണ്. അപ്പോൾ ഇവന്മാരുടെ മൂവ്മെന്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സോ കണ്ടല്ലോ, മൂവ് ചെയ്യുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനത്തിനും ഇവന്മാർ നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്രോഗ് ലൂർ മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ. ഒരെണ്ണത്തിന് 150 രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ പാക്ക് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ മീൻ നമുക്ക് ഐശ്വര്യമായിരുന്നു. നമുക്ക് ആദ്യത്തെ ചാണകം തന്നെ മീൻ അടിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ 5-6 ചാണകം അങ്ങോട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര മീൻ കിട്ടും നമുക്ക് നോക്കാം എന്താണെങ്കിലും. ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒത്തിരി ആൾക്കാർക്ക് ഈ ചൂണ്ടയിടുന്നത് എങ്ങനെയാണെന്ന് പഠിക്കണമെന്നുണ്ടായിരിക്കും അല്ലേ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ വേണം ഇതിനെ പിടിക്കാനായിട്ട്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മുടെ ഈ വെയിലുണ്ടോ, ഇതിങ്ങനെ നമുക്ക് കറക്കാൻ പറ്റും. ഇതിങ്ങനെ കറക്കി ഇവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ നമുക്ക് നൂല് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് ലൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതുണ്ടോ നൂല് ഫ്രീ ആയിട്ട് പൊക്കോണ്ടിരിക്കും. അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്യുന്ന അനുസരിച്ച്
നൂല് അധികം ഫ്രീ ആയിട്ട് വരത്തില്ല. അപ്പം ഡ്രാഗ് എന്ന് പറയും, ഒരു ഡ്രാഗ് ലൈനിൽ നമ്മൾ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ഡ്രാഗ് ഒരു 90% ടൈറ്റ് ആക്കുക, അതായത് നമ്മൾ നല്ല ശക്തിക്ക് വലിച്ചാൽ വരുന്ന രീതിയിൽ. എന്നിട്ട് ഇതിനകത്ത് ലൈൻ കണ്ടോ, ഇതൊരു കാസ്റ്റ് ചെയ്യാൻ പാകത്തിന്, ഒത്തിരി ദൂരം കിടന്നാൽ കാസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. ഒരു ഇത്രയും പൊക്കത്തിൽ ലൈൻ ഇടുക. അതിനുശേഷം എഗെയിൻ ഇതിനെ ഇവിടെ കൊണ്ട് വെക്കുക, ജസ്റ്റ് ഇതിനെ ലൈൻ ഹോൾഡ് ചെയ്യുക, ബെയിൽ ഓപ്പൺ ചെയ്യുക, കാസ്റ്റ് ചെയ്യുന്ന കൊടുത്ത് കയ്യിൽ നിന്ന് ലൈൻ വിടുക, ചെന്ന് വീണ് കഴിയുമ്പോഴേക്കും പയ്യെ റിട്രൈവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ചുമ്മാ സ്ട്രെയിറ്റ് റിട്രൈവൽ മതി. നാടൻ വരെ പരിസരത്തുണ്ടെങ്കിൽ അടിച്ചിരിക്കും. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം. എൻ്റെ പൊന്നെ, ഇതിൻ്റെ ആക്ഷൻ ഭയങ്കര കൂളാണ്. ഒച്ച എനിക്കിവിടെ കേൾക്കാം, നിങ്ങൾ കണ്ടോ. നമ്മൾ വേറെ സാധാരണ ഏത് ലിവറിട്ട് വലിച്ചാലും ഇതുപോലെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. സോ മൈ ഗോഡ് ഗൈസ്, അവിടെ നമ്മളൊരു മീൻ മിസ്സാക്കിയേക്കാണ് കേട്ടോ. ഇവിടുന്ന് മീൻ പോയി കേട്ടോ, വരാലാണ്, ചെറിയ വരാല, ചെറുതിന് നമുക്ക് വേണ്ട. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് പിന്നെ വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ചെറിയൊരു വാട്ടർ ക്രോസിംഗ് ആണ് കേട്ടോ. വാട്ടർ ക്രോസിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓ മൈ ഗോഡ്, വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് ആൾക്കാർ കൂട് വെക്കുന്നതാണ്. ഇതുണ്ടോ, ഈ തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ഇതിൻ്റെ നടുക്ക് കൂട് വെക്കും മീൻ പിടിക്കാനായിട്ട്. ഇപ്പോൾ കൂടില്ല, എടുത്ത് മാറ്റി കേട്ടോ, വെള്ളം കൂടുതലായിപ്പോയി. ഓക്കെ, ഇങ്ങനെയുള്ള തോട്ടത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, കാരണം തണുപ്പുള്ള പ്രദേശമാണ്, ഒത്തിരി തവളയിലേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ പാമ്പ് നല്ല രീതിയിൽ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ പാലം മാത്രമേ വെള്ളത്തിൽ മുങ്ങാത്തേ ഉള്ളൂ, ഇത് കയറി ഓടിയോ ഇല്ലായിരിക്കും. പെർഫെക്റ്റ്. ഈ സ്നേക്ക് ഹെഡ് ആയതുകൊണ്ട് നമുക്ക് ഏത് സമയം എവിടെ നിന്ന് വേണമെങ്കിലും സ്ട്രൈക്ക് വരാം കേട്ടോ. നമ്മുടെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് വരെ ചിലപ്പം സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതേ അടുത്ത സ്ഥലത്തോട്ട് കിട്ടുന്നത് ഇതൊക്കെ കണ്ടു. ഇതൊക്കെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. സോ എപ്പോഴും തറയിൽ നോക്കി നടക്കുക. കാര്യം ഞാൻ ഇത്രയും സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ നോട്ടം ഫുള്ള് തറയിലാണ് കേട്ടോ. കാരണം ഇഴജന്തുക്കളൊക്കെ ഒത്തിരി കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. ഓ ഷിറ്റ് ഗൈസ്, അതിനകത്ത് വലിയ അർത്ഥമൊന്നുമില്ല. കുഞ്ഞു വരാലാണ് കേട്ടോ, തീരെ ചെറുതാണ്. നമ്മുടെ ലിവറിനകത്താക്കാനുള്ള ശേഷി ഇല്ലാത്തതാണ്, ചെറുതാണ്. ഒരു കണക്കിന് കിട്ടാൻ നന്നായി. നമ്മളൊന്നും കൂടെ അവനൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഗോഡ്, തീരെ ചെറിയ വരാലാണ്. അവൻ നമ്മുടെ ലിവർ അകത്താക്കാൻ പാകത്തിന് ശേഷി ഇല്ലാത്തവനാണെന്ന് തോന്നുന്നു. എനിവേ ഇറ്റ്സ് ഫൺ. ഇതുണ്ട്, ഈ മരം ഓൾമോസ്റ്റ് മറിഞ്ഞതാണ് കേട്ടോ. അതിൻ്റെ വേര് പൊങ്ങി നിൽക്കുന്നതാണിത്. ഓ മൈ ഗോഡ് ഗൈസ്, ഇതുണ്ടോ, ഒരു സെക്കൻഡ് നേരത്തേക്ക് ഞാൻ വിചാരിച്ചത് എന്താണ്. ഞാൻ നിങ്ങളെ വേറെ കാര്യം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ആമയുടെ ഷെല്ലാണ് കേട്ടോ. ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. സി, ഇത് ആമയുടെ ഷെല്ലാണ്. പ്രോബബ്ലി ഇതിന് എന്തെങ്കിലും കഴിച്ചതായിരിക്കണം. ആമേനെ കഴിക്കുന്ന ജീവികൾ ഉടുമ്പ് കഴിക്കാറുണ്ട്. എനിക്കൊന്ന് കീരി കഴിക്കാറുണ്ടെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഇതെങ്കിലും ചത്തുപോയതിനെ എന്തോ ജീവികൾ തിന്നതാണ് കേട്ടോ. അതുകൂടാതെ നമ്മൾ രണ്ടാമത്തെ ഒരു ആമേനെ കണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചത്തിട്ട് അധികം ദിവസം ഒന്നും ആയില്ല. കണ്ടോ, നമ്മളിപ്പോൾ തൊട്ട് കണ്ടത് അവിടെയാണ്. ഇതിനെ പക്ഷേ ഐ തിങ്ക് ദിസ് ഈസ് നാച്ചുറൽ ഡെത്ത് ആണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, ഇതാണ് ആമയുടെ തലയാണ് കേട്ടോ. തലയുടെ സ്കെലിട്ടനാണ് ഈ കിടക്കുന്നത്. സി, ഇത് കവർ, ഒരു റോട്ടൻ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കാലൊക്കെയാണ്. സി, അപ്പോൾ ഇത് മിക്കവാറും നാച്ചുറൽ ഡെത്ത് ആയിരിക്കണം, കാരണം ഇതിലൊന്നും തിന്നതായിട്ടൊന്നും കാണുന്നില്ല. എൻ്റെ ദേഹത്തോടെ മൊത്തം ഉറുമ്പാണ് കേട്ടോ. ഇത് കണ്ടോ, ഫുള്ള് ദേഹത്തോടെ ഫുള്ള് ഉറുമ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവന്മാർ. നമ്മളിന്ന് 2 ചത്ത ആമേനെ കണ്ടു.
അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒത്തിരി ജീവികളുണ്ട്. ഇവിടെ നാച്ചുറൽ പ്രൊഡേറ്റേഴ്സ് ആയിട്ട് പറയുവാണെങ്കിൽ ഇവിടെ ഉള്ളത് കീരിയുണ്ട്, വലിയ ഉടുമ്പുകളുണ്ട്, പിന്നെ പാക്കാൻ എന്ന് പറയുന്ന സാധനം, അതായത് പൂച്ച വലുതാകുന്ന വലിയ പാക്കാൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത്. ഇതിന് നമ്മൾ കേട്ടേക്കുന്ന പേര് ഇതാണ്. അതുപോലെ തന്നെ പാമ്പുകൾ, ഇഷ്ടംപോലെ പാമ്പുകളുണ്ട്. ഇപ്പൊ നിങ്ങളിപ്പോൾ കണ്ടില്ല എലി ഓടി പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ പിടിക്കാനായിട്ട് ഒത്തിരി പാമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് ഫിഷിംഗ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സ്ഥലം നമുക്ക് വേറെ മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ചെറുതാണ് കിട്ടിയത്, നല്ല ഡാമേജ് ഉള്ളതുകൊണ്ട് തിരിച്ചുവിടാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഇതിനെ വെട്ടി വറക്കാൻ പോവാണ് കേട്ടോ. മീൻ കിട്ടി, ഇത്രേ ഉള്ളൂ. ഇതിന് ഡാമേജ് ഒന്നും ഇല്ലാതെ തിരിച്ചു വിടായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ മീനിനെ വെട്ടാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പൊ വരാലിനെ വെട്ടുന്ന എങ്ങനെ കാണിച്ചു തരാം. വളരെ എളുപ്പമാണ്. എത്രയാണ് മമ്മി വരാലിനെ വെട്ടാനായിട്ട്? 4 മിനിറ്റ് കേട്ടോ. നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു മീനിന്റെ ഇത് ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗുണം പോകത്തില്ലേ, തൊലിയിൽ. നമ്മൾ തൊലി എത്തുന്നില്ല അല്ലേ, നമ്മൾ ചെതുമ്പിൽ മാത്രമേ എത്തുന്നത്. അത് വീഡിയോ കാണുന്നവർക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മളിതിന്റെ ചെതുമ്പിൽ മാത്രമാണ് ചെത്തി കളയുന്നത്, നമ്മൾ അതിനകത്ത് തൊലി എത്താറില്ല. ഓക്കെ, അപ്പൊ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അവസാനമായിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി കേട്ടോ. വേണ്ട അതിലേക്ക് നാരങ്ങ അങ്ങ് പിഴിഞ്ഞ് ചേർക്കുക. കണ്ടല്ലോ, നാരങ്ങ അങ്ങ് നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്തിട്ട് അതിലേക്ക് ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. നമ്മുടെ മീനുകളിലോട്ട് മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. മീനെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഈ വരഞ്ഞേക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടെ എല്ലാ മസാല തേക്കണം. അങ്ങനെ മസാല തേച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് മസാല പിടിക്കും. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാവുന്ന ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചെടുക്കാം. കൂടുതൽ കുറച്ച് വെളുത്തുള്ളി. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നമ്മുടെ മീൻ അപ്പോൾ അടുപ്പയിൽ നന്നായിട്ട് ഫ്രൈ ആവുകയാണ്. ഒരു 3-4 മിനിറ്റ് അല്ലേ, 5 മിനിറ്റ് കൊണ്ട് മീൻ ഫ്രൈ ആവും. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ആയി കഴിയുമ്പോൾ എല്ലാവരെയും കൂടെ കൂടി കഴിക്കാൻ കേട്ടോ. നമ്മുടെ മീൻ നമ്മൾ പാത്രത്തിലോട് സെർവ് ചെയ്യുവാണ്. അടിപൊളി.
കണ്ടല്ലോ, നമ്മളിപ്പോൾ മീൻ വറുത്തതൊക്കെ ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനും തൊമ്മനും കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ദേ നമ്മുടെ അവൻ ചാടത്തില്ല, അവൻ എന്റെ തോളെ കടിച്ചോണ്ടിരിക്കുന്നുണ്ടോ. അപ്പൊ മീൻ വറുത്ത ആരാ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത്? തൊമ്മൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? തൊമ്മൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോടാ? തൊമ്മൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? അയ്യോ വേണോ എന്റെ ക്യാമറ. അപ്പൊ നിമ്മിച്ചനാണ് ഇന്ന് ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നീ ശരിക്കും കഴിച്ചിട്ട് പറ, അല്ല ചുമ്മാ എങ്ങനെയുണ്ടോ ചേപ്പാ? ചൂടാണോ? കുഞ്ഞമ്മ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചേച്ചി മമ്മി സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താണ് ഞാനും ടേസ്റ്റ് ചെയ്യുവാണ്. എനിക്കെല്ലാവരും ഇങ്ങനത്തെ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നമ്മള് ബാക്കി ഞാൻ പ്രത്യേകിച്ച് എന്റെ അഭിപ്രായം ഒന്നും പറയുന്നില്ല. അപ്പൊ എന്താണ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇവിടെ ഒരുത്തൻ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. തൊമ്മ ഒരു ഗുഡ് ബൈ പറയുന്നോ? സബ്സ്ക്രൈബ് ഒന്നും പറയാൻ വേണ്ടി ആയിട്ടില്ല കേട്ടോ. അവൻ സംസാരിക്കാറൊന്നും ആയിട്ടില്ല. അതിൽ പൈനാപ്പിൾ കൊണ്ടൂർ അത്രയും നന്നായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. ട്രെയിൻ ചെയ്തതിൽ കുറച്ചൊക്കെ സംസാരിക്കും. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് ബൈ വേണ്ട. അപ്പൊ എന്താണ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നമ്മുടെ അടുത്ത വീഡിയോ വരുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അമ്മ ഒരു താങ്ക്സ് പറയൂ. ഈ ചാണകത് മറിച്ചു. ആദ്യമേ സ്വല്പം മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ പറയും മുളക് പൊടി എന്ന് പറയുമ്പോൾ കിട്ടണേ. അങ്ങനെ മസാല പിടി. അതിനുശേഷമാണ് നമ്മളിതിനെ വറക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഓർത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരിക്കുന്നത്. ഇത്തിരി മീൻ വറുത്ത തിന്നാലോ നമുക്ക്? എന്നിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം എനിക്ക് ഇഷ്ടമാണ്. എന്നെ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പിടിക്കുന്നുണ്ടോ. ദൂരെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ടോ. തുമ്മ ഇത്തിരി മീൻ വറുത്ത തിന്നാലോ? ഇനിയില്ല മസാജ്, എത്ര ഉള്ളൂ. പറയാതിരിക്കാൻ പറ്റത്തില്ല. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് മൊത്തം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ വേറെ ആരും കാണിച്ചു തരാം. ഇത് കണ്ടോ, മൊത്തം ബോട്ടിൽസ് ആണ്. പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഉപയോഗിക്കുക, പ്രോപ്പർ ആയിട്ടുള്ള എവിടെയും കൊണ്ട് ഡിസ്പോസ് ചെയ്യുക. ഇങ്ങനെ വലിച്ചെറിയായിരിക്കും. ഇത് ഭയങ്കര ക്രൂരതയാണ് ഈ ചെയ്യുന്നത് കേട്ടോ. തൊമ്മ